ഹായ് ചെയ്യാമാറേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക, നല്ല വെയിൽ. മഴ ഇപ്പം എത്ര ദിവസമായി പെയ്തിട്ട്? 12 ദിവസമായി. അറിയാ ആരൊക്കെ എന്താ കൊഹോ എന്താ പറയുന്നുണ്ട്, ചുമയാണ് പോലോ. ആകെ ഒരു നീല അത് ഷീറ്റില്ലേ, ആകെ ഒരു നീലാണ് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ. അമ്മ തൊഴിലുറപ്പിന് പോകുന്നു. തൊഴിലുറപ്പിന് വന്നു. ആര്യ സ്കൂൾക്ക് പോകണില്ലെന്ന് അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ലുക്കുമാൻ ഡോക്ടർ അല്ലേ? മിഠായി. പിന്നെ കുറക്കുണ്ടെങ്കിൽ വല്ലാതെ കാർട്ടൂൺ കാണാൻ പറ്റൂല. എന്നെ എന്നാ കുറച്ചു നേരം കണ്ടോട്ടെ. ഇപ്പൊ കണ്ട എന്തായാലും കുട്ടികളായിട്ട് നമ്മളെ കിടക്കേ എൻ്റെ പേരുന്ന കിടക്കല്ലേ അവലാണ്. സമയം 8:30 അപ്പോൾ പിന്നെ 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് പോയാൽ മതി. ഓളെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ പോയി കാണിച്ചിട്ട് എന്നിട്ട് വന്നിട്ട് ഓടാം. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെയും മാറി പോകാൻ വേണ്ടിയിട്ട് രാത്രിയാകുമ്പോൾ ഇന്ന് ചിന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞാൻ മറന്നുപോയി ആര്യ, നമ്മൾ മറന്നുപോയി. ജൂൺ 16 അങ്ങനെ അവളുടെ ജന്മദിനമാണ്. അടുത്ത August 30 ആര്യൻ്റെ പിറന്നാളാണ്. പിറന്നാളല്ല, ബർത്ത്ഡേ ആണ്. December 14 അത് അച്ഛൻ്റെ ബർത്ത്ഡേ ഓണത്തിലാണ്. ഓക്കെ, അങ്ങനെ പറയണേക്കാം. അമ്മക്കും കറക്റ്റായിരുന്നില്ല. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം. അവർ കഴിഞ്ഞിട്ട് ആര്യനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേൻ്റെ കാര്യം മറന്നു. ലാസ്റ്റ് ഓളന്നെ പറഞ്ഞിട്ട് സമയം തരണ്ടേ? ഇന്ന് നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. നമ്മൾ ഓർത്തെടുക്കട്ടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളേ. പക്ഷെ എന്താ ആയിക്കോട്ടെ. പക്ഷെ സ്പെഷ്യലായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. കേൾക്കുവാണോ? കേക്ക് പിന്നെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഒരു പരിപാടി സാധാരണ ഉണ്ടാവലും ഇല്ല. അല്ലല്ലോ ആരിൻ്റെ ബർത്ത്ഡേ മാത്രമേ അവിടെ ബർത്ത്ഡേ ആകലുള്ളൂ അല്ലേ? അല്ലാത്തൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. ഞാനങ്ങനെ ആര്യനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഫ്ലെക്സ് വർക്കില് ഇവിടെ ബാക്കിൽ ആശുപത്രിക്ക് പോകാൻ അറിയാം. നമ്മളുടെ ഇവിടെയാണ് ആര്യ നമ്മളുടെ ഫോട്ടോ വെക്കുക. ഈ കാവുങ്ങ മനസ്സിലായോ? അവിടെ ആര്യന്റെ ഫോട്ടോ ഉണ്ട്, എന്റെ ഫോട്ടോ ഉണ്ട്. അവിടെ വെക്കും നമ്മള്. അതായത് ഇവിടെ ഭയങ്കര തിരക്ക്. നമ്മളുടെ 43-ാം നമ്പർ. പക്ഷെ ടോക്കൺ 8 ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും 10-10:30 നമ്മൾ കാണണം. അത്രയും സമയം എടുക്കും. 4:03 ചുമയാണ് മെയിനായിട്ട്. ചുമ കഫൊക്കെ ഇട്ട് പനിയും പറയാം. പാരസെറ്റമോൾ കിട്ടിക്കോട്ടെ. പാരസെറ്റമോൾ ഇല്ല, അതേ പനിച്ചാൽ പിന്നെ ആവും പണിയാവും. കാണിച്ചാണ്ട് ഇറങ്ങിട്ടോ. ഒരു ലോഡ് മരുന്ന് ചെയ്യണം. അവള് പിന്നെ ഇപ്പോഴും സിറപ്പാണ്. അപ്പൊ പിന്നെ മരുന്ന് കനം കൂടും. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 10 മണിയായി. സ്റ്റാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഷിയാബാക്കി ഇരിക്കുന്നുണ്ട്. വണ്ടികൾ കുറവ് തന്നെയായിട്ട് സ്റ്റാൻഡിൽ. ഓട്ടം ഉണ്ടായിട്ടാണാവോ അതോ ആരും വരാത്തോണ്ടാണാവോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ എനിക്ക് മര്യാദയ്ക്ക് ഓടാൻ വേണ്ടിയിട്ട് പറ്റണില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ തന്നെ 10 മണിയായി. ഇനിയിപ്പോ വീട്ടിലെത്തിയിട്ട് ചിന്നുവിനെയും ഇവളെ സെന്ററിൽ കൊണ്ടാക്കണം, ആരോഗ്യ സെന്ററിൽ. അപ്പൊ അവിടെ സെന്ററിലാക്കിയിട്ട് അവിടെ എന്താ മീറ്റിംഗ്, ഗർഭിണികൾക്കുള്ള ഒരു എന്താ പറയാ ക്ലാസ് ആണ്. അപ്പൊ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് നമ്മളുടെ ഇവിടുത്തെ ആശാ വർക്കർ നിർബന്ധം പിടിക്കുകയാണ്. ചിന്നുവിന് വലിയ താല്പര്യമൊന്നുമില്ല പോകാൻ. അവൾ മാക്സിമം സ്കിപ്പാക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇത് നടക്കുന്നില്ല. എന്തായാലും അപ്പൊ ആരിനെ കാണിച്ചു കഴിഞ്ഞപ്പോ അവരെയും കൂടി അവിടെ കൊണ്ടുവിട്ടിട്ട് പോരാൻ വേണ്ടി പറ്റുള്ളൂ, ഓടാൻ വേണ്ടിട്ട്. അതിൽ 10:15 കണ്ടതാണ്. അതായത് ഓർക്ക് ഇപ്പൊ പോകണ്ട. അവിടെ ഹോസ്പിറ്റലിൽ സിസ്റ്റർ വരണം. സിസ്റ്റർ വന്നിട്ടേ തുടങ്ങുള്ളൂ എന്നാ പറഞ്ഞു.
അപ്പൊ അങ്ങനെയെങ്കിലും ഞാൻ ഇപ്പൊ നിന്നിട്ട് കാര്യമല്ലോ, ഒരു പയ്യൻ നടന്ന് അങ്ങനെ പോയിക്കോളും. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം ഉണ്ട്. 1/2 കിലോമീറ്റർ അല്ലേ, ഗർഭിണികൾക്ക് കുറച്ച് നടക്കുന്നതൊക്കെ നല്ലതാണ് അല്ലേ. അപ്പൊ അവളെ നടന്നോളൂ, അതൊരു വ്യായാമമായിക്കോളും, എക്സസൈസ്. പക്ഷെ അതുകൊണ്ടല്ല, ഓളിനോട് പോകാൻ വേണ്ടി പറഞ്ഞു, അവർക്ക് വാങ്ങി കൊണ്ടുവിടാൻ വേണ്ടിട്ട് വരാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. വരുമ്പോ പറഞ്ഞാ ചിലപ്പോ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ലോക്കൽ ഇട്ടാ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഏതായാലും 10 മണി 10:05 സമയം 10:45. 10:45 നമ്മൾക്കൊരു ലോക്കൽ കിട്ടി, കൈനീട്ടം 30 രൂപ. ആഹാ കൊള്ളാം. എന്താ വെയിൽ എഴുതിട്ടാ, മഴക്കാലം അപ്പതേ, മഴക്കാലം ജൂൺ 16. എന്താ ചെയ്യലേ, എമ്മ വെയില. മഴയൊന്നും ഇല്ലട്ടാ, മഴയൊക്കെ അവസാനിച്ചു പോണു. നല്ല ചൂടുണ്ട്. വണ്ടികൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ചെറിയ ടേണിങ് ആണ് അവിടെ. ടേണിങ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ ഏതായാലും വേനൽ പോലെയാണ് മഴക്കാലത്തിന്റെ സ്ഥിതിഗതി എന്ന് പറയണത്. ഞങ്ങളുടെ തോട്ടിലെയും പാടത്തെയും വെള്ളമൊക്കെ അതേപോലെ ഇറങ്ങി. പക്ഷേ എങ്കിൽ ഇന്ന് രാത്രി പറ്റുവാണെങ്കിൽ കാണാം. ഞാൻ നമ്മൾ ഫ്ലക്സ് വെക്കുന്ന നേരത്തെ ടോർച്ചായിട്ട് ഓടിബാബയും കൊണ്ട് ഇറങ്ങണം. ഓടിബാബയും കൊണ്ട് ഇറങ്ങിയാൽ തോട്ടിലെ മീനുകൾ, വലിയ വലിയ മീനുകളുണ്ട്. ഞങ്ങൾ ഇന്നലെ ഞാൻ പാലത്തിൽ ഇരുന്നപ്പോൾ കണ്ടതാണ്. ചെക്കന്മാർ ടോർച്ചായിട്ട് വന്നിരുന്നു. വലിയ മീനുകൾ അറിയാം. എന്നാ പോരെ, വേറെ ആരാ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് 4-0 എന്ത് വേൾഡ് കപ്പോ കൊണ്ടായാ മതി. നെയ്മർ നെയ്മർതാ ആണോ, നെയ്മർ 1990 ആയിക്കോട്ടെ. അതിന് ബ്രസീൽ തളർന്നിട്ടൊന്നുമില്ല. ഞങ്ങളെ കണ്ട തളർന്നമാര് തോന്നുകയാണ്, ഇവർക്ക് അറിയില്ലല്ലോ. ഞാൻ നൗഫലുംപാടെ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്താ പറയാ, ഒരു അവല് മാത്രം കഴിച്ചല്ലേ, അവല് മാത്രം കഴിച്ചോണ്ടേ പോയിട്ട് വരാം. സ്റ്റാൻഡിനകത്താണ്, ഒരു ബസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ആളുകൾ വളരെയധികം കുറവാട്ടോ. ബാക്കില് വണ്ടി ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ നമ്മളെ ഹോട്ടൽ മദീന 3 വണ്ടിയുണ്ട്, ബസ് 3 ഉണ്ട്, പക്ഷെ ആള് കുറവാ. ഇതെനിക്ക് ആ ചിക്കനോ കണ്ടോടാ, കണ്ടോ. ഞാനിപ്പോ രണ്ടാമത്തെ ലോക്കൽ എടുത്തുട്ടോ. രണ്ടാമത്തെ ലോക്കൽ എടുത്തത് ഞങ്ങളെ ബാറിലേക്കായിരുന്നു. ഇപ്പൊ സമയം എന്ന് പറയുന്നത് എത്രയായി നോക്കട്ടെ, ഗിയറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കട്ടെ. 11:30. ഈ 11:30 നേരത്തെ നമ്മൾക്ക് രണ്ടാമത്തെ ട്രിപ്പ് കിട്ടി. ഒരു ദിവസം ഇതേപോലെ ഒരു 11 മണിക്ക് എനിക്ക് ഇങ്ങോട്ടേക്കോ ട്രിപ്പ് കിട്ടി ബാർക്ക്. അപ്പൊ ഞാന് ആളവിടെ ഇറക്കിയിട്ട് പോരാം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ആളവിടെ എത്തിയപ്പോ എന്നോട് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യോ, എനിക്ക് അങ്ങാടിയിലേക്ക് തന്നെ പോരണം എന്ന് പറഞ്ഞു. നമുക്ക് സ്വാഭാവികമായിട്ട് നോ പറയാൻ വേണ്ടി പറ്റില്ല, നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് കൊടുക്കാന്ന് കരുതി. അപ്പോ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ അതുവഴി വേറൊരു ഡ്രൈവർ, എന്റെ സ്റ്റാൻഡിൽ ഓടുന്ന ഒരു ഡ്രൈവർ അതുവഴി പാസ്സായി. ഞാൻ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോ സ്റ്റാൻഡിൽ ആകെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. സൂരജ്, അത് എന്നെ എല്ലാവരും സൂരജ് എന്ന് വിളിക്കുക, വണ്ടിന്റെ പേരെ വിളിക്കുക സ്റ്റാൻഡിൽ കേട്ടോ. സൂരജ് രാവിലെ തന്നെ സാധനം അടിക്കാൻ വേണ്ടി ബാറിലുണ്ട്. ആ ചെറുക്കനൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് കാരണവന്മാരായിട്ടുള്ള ഡ്രൈവർമാരുടെ ഇടയിലൂടെ നടന്നിക്കണ്. ഞാനവിടെ ചെല്ലുന്നു, എന്നോട് ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ കഴിച്ചോടാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രിപ്പ് കിട്ടിയതാണ്, ഇങ്ങനെയാണല്ലോ എല്ലാവരും പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ അത് പറഞ്ഞ ആളെ ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നെ അവിടെ കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. പിന്നെ അതൊന്ന് മായ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പാടേ. കാരണം അതങ്ങനെയാണല്ലോ, ഓരൊറ്റ സമ്മതിച്ച് തരൂല്ല, ഓരോട് സ്പ്രെഡ് ആക്കും ചെയ്യും. നമ്മളൊന്നും അവിടെ കണ്ടിട്ടുള്ളൂ, കണ്ടപ്പോഴേക്ക് കഥകൾ പലതും പറഞ്ഞു. ചെങ്ങന്മാരെ വണ്ടിന്റെ മീറ്റർ പണി തന്നുട്ടോ, കിലോമീറ്ററേ വർക്ക് ചെയ്യണില്ല. അതിപ്പോ 9 പണിയായല്ലോ. അതായത് ഞാനിപ്പോ ഒരു 6-6.5 കിലോമീറ്റർ ദൂരത്തേക്ക് തന്നെയാവും വന്നിട്ടുണ്ടാവുക. അല്ല, ഒരു 7 കിലോമീറ്ററിന് അടുത്തേക്ക് ഒരു 150 രൂപയുടെ ട്രിപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ഇവിടേക്ക് മുമ്പ് വന്നിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള ദൂരം എനിക്കറിയാം. ഞാൻ 150 രൂപയാണ് മേടിച്ചത്. പക്ഷെങ്കിൽ ഈ റോഡ് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഞാൻ ഒരു 3 കിലോമീറ്ററോളം 3-3.5 കിലോമീറ്ററോളം എനിക്ക് ഈ റോഡ് കൊണ്ടുപോയി പരമാനന്ദാണ്. ചാടിക്കടന്ന് ചാടിയേ പോക്കടക്കുള്ളൂ.
ഡാർ ചെയ്തിട്ടില്ലേ? ഒന്ന് ഡാർ ചെയ്ത് കണ്ടിക്കണെങ്കിൽ എന്താ പറയാ, കാലം കുറച്ചായി. നമ്മൾക്ക് എന്തായാലും 150 രൂപയുടെ ട്രിപ്പ് ഇന്നത്തെ ദിവസം നല്ല ട്രിപ്പാണ് കിട്ടിയിട്ടുള്ളത്. താളിയങ്കുണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഈ സ്ഥലം കാണിച്ചായിരുന്നു, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഇവിടുന്ന് ചാടി അവിടെ എത്തിയിട്ട് വേണം അതിന്റെ കേബിൾ റെഡിയാക്കാം. എന്നാലും നമുക്ക് കറക്റ്റ് കിലോമീറ്റർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കിലോമീറ്ററിനല്ല നമ്മളുടെ ചാർജ്, കമ്മട്ടല്ലല്ലോ വേണ്ടത്. കറക്റ്റ് കിലോമീറ്റർ നോക്കണം. കിലോമീറ്റർ നോക്കിയിട്ട് ചാർജ് മേടിക്കാറുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇന്നത്തെ പിന്നെ ഇത് കുഴപ്പമില്ല, അത് പിന്നെ എനിക്കറിയും. അപ്പൊ അതിനും വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ 10-7 റുപ്യ ചെലവാക്കണം പറയാം. എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല, നേരെ വണ്ടൂർ പിടിക്കട്ടെ. ഇപ്പൊ സമയം 1:15 കേബിൾ മാറ്റിയിട്ട് നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം. വർക്ക്ഷോപ്പിക്ക് വന്നതാണ്. ഇവിടെ തിരക്കാണല്ലടാ. ഓഹോ, ഇവിടെ തിരക്കാണല്ലടാ. നമ്മളെ സുഖിയാണ് ഉത്തരവ്. ഇതിന്റെ കിലോമീറ്റർ കേബിള് ഇതൊക്കെയാണ് ഇതിന്റെ ഓരോരോ സംഭവ വികാസങ്ങൾ. ഇതില് നമുക്കൊന്നും മനസ്സിലാവില്ല. നല്ല കൊടുത്ത് നല്ല സാധനം ഇൻഡസ്ട്രിക്കാര് പോയിട്ട് നോക്കിയാ ഇത് നന്നായ മതിയായിരുന്നു. ഒരു ഇഞ്ചമണിയൊക്കെ വന്നാലേ. ഒരു ഇഞ്ചമണിക്ക് എന്താ ചെലവ്? 21 റുപ്യ നല്ലതാണെങ്കിൽ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ 17 റുപ്യ 16 റുപ്യ 12 റുപ്യ ഒപ്പിച്ചാണെങ്കിലേ 10 റുപ്യ. ടാങ്ക് തേയ്മാനം വന്നിട്ട് ടാങ്ക് തേഞ്ഞ് പോയിട്ട് ബാരങ്ങ് തേഞ്ഞ് പോയി ഉള്ളിൽ വെള്ള കളറിലെ ചോപ്പ് കളറായിരുന്നു കേട്ടോ. പിച്ചളന്റെ കളർ വന്നില്ലേ, ഓയില് കട്ടായിട്ട്. അപ്പൊ അതാണ് ഇതിന്റെ വിഷയം. അതാണ് ഇതിന്റെ വിഷയം. കട്ടായിട്ട് ടാങ്ക് കേട്ടോ. അപ്പോ ഇത് ഏതാ വണ്ടി? ഞങ്ങള് ബജാജ് കോമ്പാക്ട് ഇതാ ഈ വണ്ടി. അപ്പൊ ഇത് എത്ര രൂപ ചെലവുണ്ട് അയാൾക്ക്? ടാങ്ക് മാറണം, പുതിയതാക്കണം. അല്ല, അയാൾക്ക് എത്ര രൂപ ചെലവ് വരും ഏകദേശം? 5 റുപ്യ 5000 റുപ്യ പുതിയതാക്കണം. നടക്കില്ലല്ലേ? ഇതെന്തുകൊണ്ടാ കംപ്ലൈന്റ് വരിക? ഓയില് കൃത്യമായ രീതിയിൽ മാറ്റാത്തോണ്ടാ? അതായത് ഓയില് കൃത്യമായിട്ട് മാറ്റിക്കോട്ടെ, ഇല്ലെങ്കിൽ ഇതേമാതിരിയുള്ള പണിയൊക്കെ കിട്ടും. വലിയ എമൗണ്ട് ചെലവാക്കേണ്ടി വരും. മൂപ്പര് പറയണ കേൾക്കണ്ടറില്ല, ഞാൻ മൈക്കാണൊക്കെ. പൊട്ടെ പൊളി അല്ലേ? ഇത് രണ്ടാമത്തെ കഴിക്കലാണ്. അപ്പൊ പക്ഷെ അതും പോയി അതാ. പുതിയ തന്നെയല്ലേ? പൊളിയില് പോയി കൊണ്ടുവരാണെങ്കിൽ നിങ്ങളെ കൊണ്ടുവരാണെങ്കിൽ ചിലപ്പോ നോക്കി അവിടെ നിന്ന് എടുക്കാൻ വയ്ക്കൂലേ? പറ്റൂല. അല്ലേ പിന്നെ ഇതേമാതിരി വർക്ക്ഷോപ്പ് അറിയണ ആൾക്കാർ പോയി എടുക്കാം. നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. ഇത് ഉള്ളിലത്തെ സാധനല്ലേ, അല്ലാതെ കണ്ണിൽ കാണുന്ന ബോഡി സാധനമല്ലല്ലോ. ചേട്ടാ, വേറെ പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ നമ്മൾ ഓടി വെക്കണ കിലോമീറ്റർ എന്ന് പറയുന്നത് 67,388 കിലോമീറ്റർ ആണ്. ഞാൻ 56,715 കിലോമീറ്റർ ആയപ്പോഴാണ് ഓയിൽ ചേഞ്ച് ചെയ്തത്. 10,000 കിലോമീറ്ററിന്റെ ഓയിലാണ് നമ്മൾ ഒഴിച്ചത്. നമ്മൾ ഓയിൽ മാറ്റാനിരിക്കണേ. അപ്പൊ നമുക്ക് നാളെ തന്നെ മാറ്റണം. ഇന്ന് പോയിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ നാളെ അങ്ങനെയെങ്കിൽ നാളെ എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ പോൺസ് കട്ട മിന്ന് കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്ന് ഞാൻ പറ്റുമോ ചോദിച്ചു, പക്ഷേ ഓർക്ക് തിരക്കാണ്. അല്ലെങ്കിൽ ഇന്നലെ ചെയ്യാറുണ്ട്. എന്നിട്ട് കുറവുണ്ടോ? എനിക്ക് കുറവുണ്ടോ? ചുമ കുറവുണ്ടോ? സെന്ററിൽ പോയപ്പോ അപ്പൊ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? 10.5 കിലോനോ? 10.5
ബ്ലഡ്. ആ ഭക്ഷണം ആയിക്കോട്ടെ. ചിരങ്ങ വെച്ചൊരു കറി, പയറുപ്പേരി, ഫേവറേറ്റ് സാധനം വത്തൽ. എൻ്റെ അമ്മ വത്തൽ കൊണ്ടൊരു മീൻ അങ്ങടിയിലുണ്ടെന്ന്. നല്ല മീൻ. ഒരു വെയിലിൽ ഞാൻ സ്റ്റാൻഡിലുണ്ടടാ. നല്ല വെയിലങ്ങനെ മര ചുട്ടിട്ട് വെച്ച ഫാനിന് വല്ല ഇടാൻ വേണ്ടി പറ്റില്ല. ഫാൻ ഇത്ര നേരം ഇട്ടോണ്ടിരിക്കുക തന്നെയാണ്. എൻ്റെ കണ്ടോ എവിടെ വരെ വെയിൽ വന്നിക്കണം. ഇനി മേലേക്ക് ഇങ്ങനെ കയറി വരും. ഇവിടെ ഇരിക്കുകയാണ്. ആളും മനുഷ്യനുമില്ല. ഞാൻ ഇറങ്ങിയിട്ട് കുറെ നേരമായി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 3:50. ഞാൻ ഫസ്റ്റ് ക്യാപ്പിലാണ്. ഞാൻ തോന്നുന്നൊരു 2:50 സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആരെങ്കിലൊക്കെ ഒന്ന് വന്ന് ഞാൻ കൊണ്ടുപോയിക്കണമെങ്കിൽ ഇവിടെ വെയിലത്ത് ഇരിക്കണ്ട. അതാണ് ലോക്കൽ കിട്ടിയാൽ മതി. ഭാഗ്യത്തിന് പെട്ടെന്ന് തന്നെ നമുക്കൊരു ലോക്കൽ കിട്ടി. അധികം അവിടെ ഇരിക്കേണ്ടി വന്നില്ല. ഒരു 40 രൂപയുടെ ട്രിപ്പ്. ചെങ്ങന്മാരെ സമയം 5:20 ഞാൻ സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ലോക്കൽ കിട്ടി. സാധാരണ എനിക്കറിയാം ആ ട്രിപ്പ് എടുക്കുകയാണെന്ന് അറിയാം, ലോക്കലാണെന്നൊക്കെ അറിയാം. മുന്നിലിരിക്കുന്നു. അപ്പൊ ഞാൻ പോയി പോട്ടെ, നമ്മള് ലോക്കലാണെന്ന് കരുതിയാണ്ട് മുഖം തിരിച്ചിരിക്കൊന്നും ചെയ്തില്ല. ഞാൻ പോയി അവിടെ നിന്ന് മടങ്ങി പോരുമ്പോ അത് 30 രൂപയുടെ ട്രിപ്പ് ആട്ടോ. മടങ്ങി പോരുമ്പോ എനിക്കൊരു 240 രൂപയുടെ ട്രിപ്പ് കിട്ടി. അതാ പറയണേ. ഇപ്പൊ ഞാനുള്ളത് പള്ളിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം, എന്താ പറയാ, കാളികാവുക്ക് പോകുന്ന വഴിയിലായിട്ടുള്ളത്. അത് അടിപൊളിയായില്ലേ. ഈ ഒരു നേരത്താട്ടോ നമുക്ക് വലിയ ട്രിപ്പ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഈ ഒരു നേരം വരെ 3 ട്രിപ്പ് എടുത്തത്. ഒരു 240, 2 ലോക്കലും. ആ 3ാമത്തെ ലോക്കലാവുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേങ്കിൽ ഭാഗ്യവശാൽ നമ്മൾക്ക് നല്ലൊരു ട്രിപ്പാണ് കിട്ടിയത്. ഇത് ഏതാണ്ട് 11 കിലോമീറ്റർ ദൂരത്തേക്ക് വന്ന ട്രിപ്പാണ്. 11 കിലോമീറ്റർ കറക്റ്റാണ്. 240 രൂപ. 240 സംതിങ് വരുന്നുണ്ടാവും. 243 രൂപ. 243 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മൾ 240 മേടിക്കാറുള്ളൂ പൊതുവെ. അപ്പൊ അത് മേടിച്ചു ഇറക്കാൻ പൊക്കോണ്ടിരിക്കുവാണ്. ഇനി വണ്ടൂർ വെച്ച് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രിന്റൊക്കെ ഡിസൈനൊക്കെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. പിന്നെ രാത്രി നമ്മൾക്ക് ഫ്ലെക്സ് കയറ്റേണ്ട പണിയും കൂടി ഉണ്ട് കേട്ടാ. ചെങ്ങന്മാരെ സമയം 7:15. ഒരു 60 രൂപയുടെ ട്രിപ്പ് വാണമ്പലത്തേക്ക് വന്നതായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ റിട്ടേൺ പോവാണ്. നമ്മുടെ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഡിസൈനിങ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇതിന്റെ ഡിസൈൻ എടുത്താണ്ടൊന്ന് ഞങ്ങള് 3-4 ആൾക്കാരുള്ള ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലിട്ടതിന് ശേഷം പിന്നെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങള്. ഇന്റെ ഫോട്ടോ ചെറുത്, ഓന്റെ ഫോട്ടോ വലുത്, ഓന്റെ ഫോട്ടോ ഇങ്ങനെ, ഇന്റെ ഫോട്ടോ അതല്ല, ഇന്റെ ഫോട്ടോ ഇല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തു. ഇപ്പൊ നാളെ ഫ്ലെക്സ് കിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് ഫ്ലെക്സ് കയറ്റാൻ വേണ്ടിട്ട് പറ്റൂല. ഫ്ലസ്ക് ഒന്നും കയറ്റാൻ വേണ്ടി പറ്റൂല. ഫ്ലസ്ക് നാളെയാണ് ദിവസം. അർജന്റീനന്റെ കളിയില്ലേ, അതെന്താകാം. അർജന്റീനക്കാരുണ്ടല്ലോ അതില്. ആരിനൊക്കെ തോൽക്കണതിന് മുമ്പ് വെക്കണതേ. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 800 രൂപയ്ക്കാണ് ഓടിയത്. പാലത്തിങ്കിൽ ഇത്രയും നേരം. ഇപ്പോൾ സമയം 9:50. പാലത്തിങ്കിൽ നിൽക്കാൻ കാരണം വേറെ നല്ല. ഇതിൽ ഒരുപാട് പൈസ ഫുള്ള് പിൻ്റെ അടുത്തായി. ഇതിൻ്റെ ഫുൾ പരിപാടി പിൻ്റെ കയ്യിലാണ്. ഫോട്ടോ ആരൊക്കെ മിസ്സിങ്, അതങ്ങനെ മോളൊക്കെ തിരക്കായടാ. നാളെ അർജന്റീനൻ്റെ കളിയുണ്ട്. അത് കാണാൻ വേണ്ടി നേരത്തെ എണീക്കണം. പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളത്തെ ദിവസം നാളെ കാണാം. ഓക്കെ. ഇന്നും ഫ്ലക്സ് എടുക്കലും നടന്നില്ല. നാളെ വെക്കാൻ പറ്റും കരുതണം, ഇല്ലെങ്കിൽ മറ്റന്നാൾ നോക്കാം.